ഹായ് ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു സർപ്രൈസ് കൊടുക്കാൻ പോയാലോ? ബാ, ഞാൻ ഫസ്റ്റ് ടൈം വോയിസ് ഓവർ കൊടുക്കുന്നതാണ്, അതിൻ്റെതായ ഫോൾട്ട് ഉണ്ടാവേ. അപ്പോൾ ഇന്ന് എന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടേശൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി നടേശന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരാഴ്ച മുന്നേ വാട്സപ്പിൽ ഗ്രൂപ്പാക്കി. ഇവനെ വാട്സപ്പിൽ നിന്ന് ഒഴിവാക്കുകയെല്ലാം ചെയ്തിട്ട് ഇവനെ കൂട്ടാണ്ടൊരു ഗ്രൂപ്പാക്കി. അതിൽ ചർച്ചകളെല്ലാം നടത്തി. ചർച്ചേൻ്റെ ഒടുക്കം നമുക്ക് പിണറായി പോകാം, പിണറായിൽ ഇവനെ വിളിച്ച് കെട്ടിയിട്ട് അവിടെ നമുക്ക് ചെറിയ കേക്ക് മുറിയും കാര്യങ്ങളെല്ലാം ആക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി അങ്ങോട്ടേക്ക് പോയി. പോകുന്ന വഴിക്ക് 2 വണ്ടികളിലായിട്ട് നമ്മൾ പോയത്. അപ്പോൾ നമ്മളെ വണ്ടിയിൽ ഞാൻ, സാനു, ലുട്ടാപ്പി, കണ്ണൻ, ഇത്ര ആൾക്കാരാണ് ഉള്ളത്. വേറൊരു വണ്ടിയിൽ അഗിയും അപ്പും തേജും പിന്നെ ദിയയും അങ്ങനെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെയും വെയിറ്റ് ചെയ്തെല്ലാം നിന്ന്. നിങ്ങളിപ്പോൾ കാണുമ്പോൾ വിചാരിക്കും നമ്മൾ നടേശന് ഗിഫ്റ്റ് കൊടുക്കേണ്ടിയിട്ട് ഈ ടോയ്സിൻ്റെ ഷോപ്പിൽ നിർത്തിയത്. ഒരിക്കലല്ല ഗൈസ്, നടേശൻ മുതുക്കനായി. അപ്പോൾ ഇവന് ഈ ടോയ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മറ്റുള്ളവരെയും വെയിറ്റ് ചെയ്ത് കുറേ സമയം വെയിറ്റ് ചെയ്ത് മുഷിഞ്ഞപ്പോൾ കണ്ണൻ്റെ വക ഒരു പാട്ടുണ്ട്. ഇത് മറ്റേ കാറിലുണ്ടായിരുന്നവരാണ് ഗൈസ്, അവരും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിണറായി എത്തി. പിണറായി പാറപ്പുറം എന്നങ്ങനെ സ്ഥലത്തിൻ്റെ പേര്. ഇതിൻ്റെ ലൊക്കേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ എനിക്കറിയില്ല, പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് ഗൈസ്, ഒരു രക്ഷയുമില്ല. അങ്ങനെ നടേശൻ വന്നു എന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഒളിക്കാൻ പോയതാണ്. സർപ്രൈസ് കൊടുക്കുന്നതാണല്ലോ, അപ്പോൾ എന്തായാലും ഒളിക്കണമല്ലോ, അല്ലെങ്കിൽ സർപ്രൈസ് പൊളിയൂലേ. പക്ഷെ ഗൈസ്, നമ്മൾ ഒളിക്കാൻ വന്ന സ്ഥലം ഒരു രക്ഷയില്ല. നല്ല അടിപൊളി വൈബ് സ്ഥലം. കുറേ വെള്ളവും കാര്യങ്ങളും, വെള്ളത്തിലാണെങ്കിൽ നിറയെ മീനും, സെറ്റായിരുന്നു. ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞാൽ വല്ലാത്ത ടാസ്കാണ് ഗൈസ്. നോക്കിയിട്ട് ഒളിച്ചുമ്പോത്തെല്ലാം കളിക്കുന്ന പോലെ നമ്മൾ കളിക്കുന്നത്. അങ്ങനെ ഫൈനലി ബർത്ത്ഡേ ബോയ് എത്തി ഗൈസ്. പക്ഷേ ചെറിയൊരു ഫോൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ സർപ്രൈസ് ആയിട്ടില്ല. ഇവൻ വരുമ്പം തന്നെ നമ്മളെ കാർ അടക്കണ്ട്. അപ്പോൾ ഇവൻ ഊഹിച്ച് എന്തോ പരിപാടി ഉണ്ട്. അങ്ങനെ അത് ചെറുതായിട്ട് ഫ്ലോപ്പായി. എന്നാലും നമ്മളിവനോട് പറഞ്ഞടാ, ഒരിക്കൽ നീ സർപ്രൈസ് ആയതുപോലെ ആക്ട് ചെയ്യുകയും ചെയ്യടാന്നിട്ടാന്നും കേട്ടില്ല ദുഷ്ടൻ. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്ക് കൊടുക്കുകയെല്ലാം ചെയ്ത് നല്ല രസമായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ഒരു രക്ഷയില്ല ഗൈസ്. അതെല്ലാം കഴിഞ്ഞ് ഈ കാണുന്നത് നമ്മളെ ഷോ ഓഫാണ് ഗൈസ്. കുറച്ച് ഡാൻസും കാര്യങ്ങളെല്ലാം നോക്കാമെന്നെല്ലാം പറഞ്ഞ് അങ്ങനെയെല്ലാം നോക്കാം. ഇത് വേറൊരു സാധനം. കുറേ ആടുന്ന ഓടുന്നെല്ലാം ചുറ്റിത്തിരിഞ്ഞ്. പിന്നെ നമ്മൾ കൂത്തുപറമ്പിൽ വന്നിട്ട് നടേശൻ്റെ വക ചിലവ്. കൂൾ ബാർ കയറി ഫുഡെല്ലാം കഴിച്ച് എങ്ങനെയായാലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഇടയ്ക്ക് ഇതുപോലെ കറങ്ങാനെല്ലാം പോകണം, നല്ല രസമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ, ലൈക്കും ചെയ്യണേ. ബൈ.